എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. കൂട്ടുകാരെ, ഇന്നലത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ആശ്രാമം മൈതാനത്ത് 3 മണിക്കൂർ പോസ്റ്റായിട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തുകൊണ്ട് വന്നത്. കാരണം ആശ്രാമം മൈതാനത്ത് ഇനി ഓണം പ്രമാണിച്ച് ഒരുപാട് ഷോസൊക്കെ നടക്കുന്നുണ്ട്. ജെമിനി സർക്കസ്, പിന്നെ ഫാക്ടറി സെയിൽ ഒരിടത്തങ്ങ് ഭയങ്കരമായിട്ട് പൊടി പൊടിക്കുന്നുണ്ട്. ഏത് റേറ്റിലുള്ള ഡ്രസ്സസ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. കുട്ടികൾക്ക്, മുതിർന്നവർക്ക് എല്ലാവർക്കുമുള്ള പല തരത്തിലുള്ള എല്ലാ പാൻസ്, പല്ലാസ, എനിക്കറിഞ്ഞൂടെ എല്ലാം ഉണ്ട്. ഷാളുകൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ അമലാപോളിൻ്റെ വീഡിയോ എടുക്കാൻ നിന്നത് കാരണം ആ ഷോളുകളെല്ലാം കണ്ട് ഞാനിങ്ങി പോരുന്നതേ ഉള്ളൂ. ഒറ്റ സാധനം പോലും വാങ്ങിച്ചില്ല. ഞാൻ മുമ്പ് ഒരു ഷോയ്ക്ക് പോയപ്പോൾ വാങ്ങിയ ഒരു ഡ്രസ്സാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. കണ്ട എല്ലാവർക്കും നല്ല പ്യുവർ കോട്ടനാണ്. പ്യുവർ കോട്ടൺ. ഈ ഷോയിലല്ല, ഇപ്പോൾ നടക്കുന്ന ഫാക്ടറി സെയിലും അല്ല. മുമ്പ് ഒരിക്കലൊരു ഷോ അവിടെ നടന്നു. അപ്പോൾ ഒരു ലേഡി കൊണ്ട് വിറ്റതാണ്. ഞാൻ 2 എണ്ണം വാങ്ങി. ഒരെണ്ണം ഒരു കോട്ട്, അതിൻ്റെ സെറ്റ്, പിന്നെ ഇതും വാങ്ങിച്ചു. ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇത് കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ചതാണ്. അത് ഞാനിപ്പോൾ ഇന്ന് ഇരുന്ന് വീഡിയോ ഇടുന്നു. ഇന്നലെ ഞാൻ പോയപ്പോൾ അത് ഓർത്തു. അങ്ങനെ ഞാൻ ആ സെയിലെല്ലാം ഇന്നലെ കണ്ടായിരുന്നു. ഒന്ന് ഓടിച്ച് ഒരു ഷോട്ട് മാത്രമേ ഇട്ടുള്ളൂ. കാരണം അമലാപ്പോൾ എപ്പം വരും എന്നും പറഞ്ഞ് 3 മണിക്കൂർ മൈതാനത്ത് നിന്ന് ഞാൻ എന്തോരം പോസ്റ്റായിട്ടാണെന്നറിയാമോ ആ വീഡിയോ എടുത്തത്. അങ്ങനെ അമലാപ്പോൾ വരുന്നതും കാത്ത് ഇങ്ങനെ നിന്ന് വലത് ഭാഗത്തുനിന്ന് വരുന്നതായിട്ടാണ് ആദ്യം എല്ലാവരും പ്രതീക്ഷിച്ചത്. ഇങ്ങനെ കാത്ത് നിന്ന് അവർ ഭയങ്കരമായ ബ്ലോക്കിൽ എവിടെയോ അകപ്പെട്ടു. അങ്ങനെയാണ് ഇത്രയും മണിക്കൂറുകൾ ലേറ്റായത്. ആശ്രാമം മൈതാനത്ത് ഇങ്ങനത്തെ ഷോകളെല്ലാം വരാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഞാൻ എത്ര പേരെ കണ്ടെന്നറിയാമോ കൂട്ടുകാരെ? മുമ്പ് മമ്മൂട്ടി വന്നത് ഞാൻ ഇട്ടിരുന്നു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവരും അത് ആസ്വദിച്ചൊരു വീഡിയോയാണ് മമ്മൂക്കയുടെ വീഡിയോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭാവന, പിന്നെ അത് കഴിഞ്ഞ് മമതാ മോഹൻദാസ്, ഇപ്പോൾ അമലാപ്പോൾ. അങ്ങനെ ഈ താരങ്ങളെല്ലാം എനിക്ക് കാണാനൊരു ഭാഗ്യം കിട്ടി. ചില ആളുകൾ അതിൻ്റെ താഴെ കമൻ്റ് ഇടും, ഓഹോ ഇവരെയെല്ലാം കണ്ടുകൊണ്ടിരുന്നോ, അരി വാങ്ങിക്കാമല്ലോ എന്ന്. അപ്പോൾ ഞാൻ അവരൊക്കെ ഒരു മെസ്സേജ് ഇട്ടു. മമ്മൂക്കയുടെ വീഡിയോ ഇട്ടപ്പോൾ വന്ന കമൻ്റാണ്, മമ്മൂക്കയെ കണ്ടതുകൊണ്ട് ഇനി അരി വേടിപ്പ് നടക്കുമല്ലോ എന്ന്. അങ്ങനെ ഒന്നുമല്ല, നമുക്കുള്ള ഒരു സന്തോഷം, നമ്മളിവരെയൊക്കെ വലിയ സ്ഥാനത്ത് ഇങ്ങനെ കാണുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്നൊരു സന്തോഷം. നമ്മളെ കൊണ്ട് പറ്റാത്തത് അവരെ കൊണ്ട് സാധിക്കുന്നു. അവർക്ക് അതിനുള്ള ഭാഗ്യവും അതിനുള്ള സൗഭാഗ്യവും അതുപോലെ തന്നെ അവസരവും കിട്ടിയത് കൊണ്ടാണ് അവരെല്ലാം ഉയരങ്ങളിലെത്തിയത്. നമ്മളെ കൊണ്ട് പറ്റുന്നതാണൊക്കെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ കൂട്ടുകാരെ, ഇന്നലത്തെ അമലാപ്പോൾ വരുന്ന കാര്യമാണ് ഞാനീ പറഞ്ഞത്. വേണ്ട ആ സ്റ്റേജിൻ്റെ വലത് സ്റ്റേജല്ല, ഇന്നലത്തെ ആ വാട്ടർഫാളിൻ്റെ, സറൈൽ വാട്ടർഫാളിൻ്റെ ഉദ്ഘാടനത്തിനായിട്ടാണ് അവർ വന്നത്. പക്ഷേ വലത് സൈഡിൽ കൂടെ വരുമെന്നും പറഞ്ഞ് എല്ലാവരും അങ്ങോട്ട് നോക്കി ഇങ്ങനെ നിന്ന് ശിങ്കാരി മേളം, ഒരു തത്തിക്ക് ശിങ്കാരി മേളം. പക്ഷേ അത്രയ്ക്ക് പോരായിരുന്നു. എനിക്ക് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവരത് അത്രയ്ക്കൊന്നും ചെയ്തതൊന്നുമില്ല. സാധാരണ ഇതുപോലെ ഉള്ളവരെയൊക്കെ വരുമ്പോഴത്തേന് നല്ല രീതിയിൽ കുറേ സമയം നിന്നവർ ശിങ്കാരി മേളമൊക്കെ ചെയ്യുന്നതാണ്. ഇത് അത്രയ്ക്കൊന്നും ചെയ്തില്ലെന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. വേറെ ഉള്ള ഒരുപാടെണ്ണം ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്രയ്ക്കങ്ങ് രസിച്ചതൊന്നുമില്ല. എങ്കിലും വലത് ഭാഗത്ത് കിടന്ന് ഉന്തിത്തള്ളി നോക്കിക്കൊണ്ടിരുന്നത് അത്രയ്ക്ക് ഭയങ്കര. മമ്മൂക്ക വന്നണക്ക് ഒരു തിരക്ക് ഇന്ന് വരെ വന്നിട്ടില്ല. ഇവരെല്ലാം വരുന്നുണ്ടെങ്കിലും പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ അമലാപോളിൻ്റെ കൂടെ തന്നെ വേറെ 2 പ്രധാനപ്പെട്ട വ്യക്തികൾ, നമ്മുടെ കടൽമച്ചാനും മദറും, അവർ ഫാമിലി, പെങ്ങളും ഉണ്ടായിരുന്നു. ഇവർ 3 പേരുമായിരുന്നു വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പരിപാടിയുടെ. അവരും അതിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് വന്നതാണ്. അവർ നല്ല ഒരു സംരംഭകയാണ്. ഒരുപാട് അച്ചാറുകളും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബിസിനസ് നടത്തുന്നുണ്ട്. ഹോട്ടലുകളുണ്ട്. അവരുടെ കഴിവ് കൊണ്ട് ആ അമ്മയും മോനും ഇങ്ങനെ ഉയർന്നു വന്നതാണ്. കഴിവുണ്ടെങ്കിൽ നമ്മൾ എവിടെയും വിജയിക്കും. ഒരു ഭാഗ്യവും വേണം. കഴിവുള്ള ധാരാളം പേരുണ്ട്. പക്ഷേ ആരും ഇതുപോലെ ഫേമസായി വരുന്നില്ലല്ലോ. അപ്പോൾ അതൊരു ലക്ക് മാത്രമാണ്. കൂടുതലും ലക്കാണ്. അവർ 3 പേരും ഗമയിൽ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ബാക്കിയുള്ള സ്റ്റാർസൊക്കെ വരുമ്പോൾ ഇത്രയും ആളുകളൊന്നും ആ സ്റ്റാർ നിൽക്കുന്നിടത്തോട്ട് ഇടിച്ച് കയറാറില്ല. പക്ഷേ ഇതിപ്പോൾ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഒരുപാട് പേര്, നമ്മുടെ ആളുകൾ എല്ലാം
കാണാൻ വന്നവരും എല്ലാം അങ്ങ് മുകളിൽ കയറുന്നുണ്ടായിരുന്നു. യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ചാനലുകാർ ഒരുപാടെണ്ണം അതിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് അവരെ കാണാൻ പോലും പറ്റാതെ അത്രയ്ക്കും മുമ്പിൽ നിന്ന് തടസ്സങ്ങളുണ്ടാക്കി. എങ്കിലും ഞാൻ നല്ല കൃത്യമായിട്ട് എനിക്ക് വീഡിയോയും എല്ലാം കിട്ടി. വലത് സൈഡിൽ കൂടെ വരുമെന്നും പറഞ്ഞിരുന്ന ഇവർ വന്നത് ഇടത് സൈഡിൽ കൂടെ ആണ്. പക്ഷേ ഈ വലിയ ആചാനുബാഹു ആണുങ്ങളെല്ലാം കിടന്ന് ഇങ്ങനെ അങ്ങോട്ട് ഉന്തിത്തള്ളുന്നതിൻ്റെ ഇടയ്ക്ക് ഈ കയറ്റി പറഞ്ഞ് ഞാൻ എന്തോ ചെയ്യാനാ, ഞാൻ എന്തോ അറിയാം, അതിൻ്റെ ഇടയ്ക്കൂടെ നുഴഞ്ഞങ്ങ് അകത്ത് കയറി. നല്ല ഭംഗിയായിട്ട് എനിക്ക് കാണാനും പറ്റി. വേണമെങ്കിൽ ഒരു ഷേക്കാനും കൊടുക്കാമായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിന്നുകൊണ്ട് അത് പറ്റിയില്ല കൂട്ടുകാരെ. അങ്ങനെ ഇന്നലത്തെ വിശേഷം ഇതൊക്കെയാണ്. സാധാരണ ഒരു അരമണിക്കൂറൊക്കെ നിൽക്കുമ്പോൾ തന്നെ താരങ്ങൾ എത്തുന്നതാണ്. ഇന്നലെ പെട്ടുപോയി. പക്ഷേ എന്നാലും എനിക്ക് കാണണമെന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് കണ്ടു. ഇതൊക്കെയാണ് ജീവിതത്തിലെ ഒരു സന്തോഷം. പണ്ട് ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് താരങ്ങൾ വിമൻസിലും എസ് എൻ കോളേജിലൊക്കെ വരുന്നെന്ന് കേൾക്കുമ്പോൾ മെൻസിലും വിമൻസിലൊക്കെ വരുന്നെന്ന് കേൾക്കുമ്പോഴത്തേനും നമ്മൾ അങ്ങോട്ട് പോകുമായിരുന്നു കാണാനായിട്ട്. ആ സ്പിരിറ്റ് ഇന്ന് ഈ പ്രായത്തിൽ എനിക്കുണ്ടെന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. അതൊക്കെ ഒരു സന്തോഷമാണ്, ഒരു എൻജോയ്മെൻ്റ് ആണ്. അവരെയൊക്കെ കാണുമ്പോൾ ഒരു പോസിറ്റിവിറ്റിയാണ്. എല്ലാവരെ കൊണ്ട് സ്റ്റാർ ആവാൻ പറ്റത്തില്ല. സ്റ്റാർ ആവുന്നവർ അവരുടെ ഭാഗ്യവും ലക്കും, അത് മാത്രമല്ല അവർക്ക് അതിനുള്ള അവസരം ഭഗവാൻ കൊടുത്തത് കൊണ്ടാണ്. ഞാനിപ്പോൾ ദൈവത്തിൽ നല്ലതുപോലെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ ഇന്നലെ ഞാൻ അമലാപോളിനെ കണ്ടു കൂട്ടുകാരെ. എത്ര പേരെ ഇപ്പോൾ കണ്ടെന്നറിയാവോ? അതെല്ലാം ഈ ആശ്രാമ മൈതാനത്ത് ഇത്രയും നല്ല പരിപാടികളൊക്കെ വരുന്നത് കൊണ്ടാണ്. സറൈൽ വാട്ടർഫാൾസാണ് ഇപ്പോഴത്തെ ആശ്രാമത്തെ ഏറ്റവും വലിയ. ജെമിനി സർക്കസ് നടക്കുന്നുണ്ട്. സർക്കസ് ഞാനങ്ങനെ കാണത്തില്ല. ഞാൻ പണ്ട് കൊച്ചിലെ എങ്ങാണ്ട് ഒരു സർക്കസ് കണ്ടതേ ഉള്ളൂ. എനിക്ക് സർക്കസ് അത്ര താല്പര്യമില്ല. കുഞ്ഞുനാളിലെങ്ങാണ്ട് ഒരെണ്ണം കണ്ടതേ ഉള്ളൂ, വിമല സർക്കസ്. അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഞാൻ പിന്നെ ഇന്ന് വരെ സർക്കസ് എന്ന് പറയുന്ന ഒരെണ്ണം കണ്ടിട്ടില്ല. ഈ ആശ്രാമത്തൊക്കെ എന്നും സർക്കസ് വരുന്നുണ്ട് കൂട്ടുകാരെ. അപ്പോൾ ഇനിയിപ്പോൾ ഓണക്കാലമായി. ഇനിയിപ്പോൾ എല്ലായിടത്തും സഹകരണ ബാങ്കിലൊക്കെ ഈ ഓണച്ചന്ത തുടങ്ങുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ പ്രാവശ്യം എല്ലാവർക്കും ചന്ത നടത്തിയപ്പോൾ അരി അത്ര പോയില്ല, വിൽപ്പന നടന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ റേഷൻ കടയിൽ എല്ലായിടത്തും ഈ സാധനങ്ങൾ തകൃതിയായിട്ട് ഇങ്ങനെ വിൽപ്പന നടക്കുന്നതുകൊണ്ടായിരിക്കാം. ബൾക്കായിട്ടങ്ങ് സാരിയൊക്കെ അങ്ങ് ഇറക്കി. അത് കാരണം എല്ലായിടത്തും ഒരുപാട് ഉണ്ടായിരുന്നു സാധനങ്ങൾ. സോ എല്ലാവരും ഓണത്തിന് മുമ്പ് തന്നെ ഇതെല്ലാം അങ്ങ് വാങ്ങിച്ച് വയ്ക്കും. അത് കാരണമാണ്. അപ്പോൾ ഇനി ഓണച്ചന്തക്കാലമാണ് കൂട്ടുകാരെ. അങ്ങനെ ഓരോ വർഷങ്ങളിങ്ങനെ കടന്നുപോയി. ഞാൻ തന്നെ ഇപ്പം ഓണച്ചന്തയൊക്കെ നടത്തുന്നതെല്ലാം കാണുകയും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും എല്ലാം ചെയ്ത് വർഷങ്ങൾ എത്ര കടന്നുപോയി. 10-12 കൊല്ലമായി. എനിക്ക് ഓർക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഓരോ ഓണവും നമുക്ക് ആഘോഷിക്കാനും നമുക്ക് ജീവിച്ചിരിക്കുന്നെന്നുള്ള സന്തോഷവും എല്ലാം ഉണ്ട് കൂട്ടുകാരെ. അപ്പോൾ അമലാപോളിനെ കണ്ട വീഡിയോ എല്ലാ കൂട്ടുകാരും കാണണം. നമ്മൾ ഇങ്ങനെ കാത്തിരുന്ന് എത്ര സമയം കാത്തിരുന്നെന്നറിയാമോ? നടി ഇപ്പം നല്ല പഴയ വണ്ണം, ആ ഡെലിവറിയൊക്കെ കഴിഞ്ഞിപ്പം നല്ല കറക്റ്റ് വണ്ണമൊക്കെ ആയി, സുന്ദരിയായിട്ട് നല്ല സംസാരം. അതൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നല്ലത് നമ്മളെല്ലാം അട്രാക്റ്റ് ചെയ്യുന്ന നല്ല പേഴ്സണാലിറ്റി. എല്ലാവരെയും നല്ല വിഷ് ചെയ്ത് വളരെ സ്നേഹപൂർവ്വം സംസാരിച്ച് അങ്ങനെ ഇന്നലെ വന്നിട്ട് പോയി. സറൈൽ വാട്ടർഫാൾ ഇനി തുടങ്ങത്തേ ഉള്ളൂ. അത് ടിക്കറ്റ് 200 രൂപയാണെന്നൊക്കെ പറയുന്നത് കേട്ടു. കടൽ മച്ചാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. കുശലാന്വേഷണമൊക്കെ നടിയിലെടുത്ത് നടത്തി. കടൽ മച്ചാനും അമ്മയും പെങ്ങളും ഉണ്ടായിരുന്നു. എല്ലാ ഷോയ്ക്കും അവർ കാണും ഇപ്പം കൊല്ലത്ത് ഇങ്ങനത്തെയൊക്കെയുള്ള പരിപാടി നടക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കണം, ഹാർഡ് വർക്ക് ചെയ്താൽ നമ്മൾ വിജയിക്കുമെന്ന്. അതുകൊണ്ട് നമ്മൾ ഒരു ഫെയിലിയർ വന്നാലും നമ്മളതിനൊന്നും ഒരിക്കലും നമ്മൾ മനസ്സ് വിഷമിക്കരുത്. നമ്മൾ പിന്നെയും ശ്രമങ്ങൾ തുടരണം. 10 വട്ടം ശ്രമം തുടരുമ്പോൾ ഒരു പ്രാവശ്യം നമ്മളെന്തായാലും വിജയിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയി തീരും. അപ്പോൾ ആ കടൽ മച്ചാനെയും അമ്മയും സംരംഭകയായി അവരിപ്പോൾ ഇത്രയും ഉയർന്ന സ്ഥലങ്ങളിലെല്ലാം ഉയർന്ന വ്യക്തികളോടൊപ്പം നിൽക്കാനുള്ള ഒരു യോഗം അവർക്ക് കിട്ടി. അതൊക്കെ കാണുമ്പോൾ നമ്മൾ അവരുടെ ഹാർഡ് വർക്കാണത് മെയിനായിട്ടും. അത് മാത്രമല്ല അവരുടെ ഭാഗ്യവുമാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവരും നല്ല മനസ്സോടുകൂടി നമ്മുടെ ഓണം വരവായി. 23 ഇന്ന്. ഇനി ആകപ്പാടെ എണ്ണപ്പെട്ട ദിവസങ്ങളാണ് ഉള്ളത്. അത് എല്ലാവരും മാക്സിമം എല്ലാവരും
എൻജോയ് ചെയ്യുക. അപ്പോൾ ടാറ്റ.